ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇപ്പോൾ ഞാനുള്ളത് ഈ കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ ഒരു അടിപൊളി ഹിൽസ് ഉണ്ട്. അതായത് ഗോപാലസ്വാമി ഹിൽസ് എന്നറിയപ്പെടുന്നത്. ഈ ഗോപാലസ്വാമി ഹിൽസിൽ കയറിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായൊരു അമ്പലമുണ്ട്. ഭയങ്കര നല്ല അടിപൊളി സീനാണ് പോകുന്ന വഴിക്ക്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സുഹൃത്തുമായിട്ട് ഒന്നും കൂടെ വന്നതാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള വഴിയൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ആ വഴിക്കുള്ള ചെറിയ കാഴ്ചകളും കൂടെ കാണാം കേട്ടോ. ഓക്കെ. കേരളത്തിലെ തന്നെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് 75 കിലോമീറ്റർ നീളുന്ന ബൈക്ക് യാത്രയിലാണ് ഞങ്ങളുള്ളത്. ഏതൊരു യാത്രയുടെയും ഡെസ്റ്റിനേഷനേക്കാൾ ഞാൻ അധികം എൻജോയ് ചെയ്യുന്നത് അവിടേക്കുള്ള വഴിയിലെ കാഴ്ചകളും പിന്നെ അനുഭവങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രകൾ അധികവും 2 വീലറിലാക്കാൻ എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഈ വഴിയിൽ പോകുമ്പോഴത്തേ ആദ്യം കാണുന്ന പൊൻകുഴിയിൽ വളരെ പ്രശസ്തമായ സീതാദേവി ശ്രീരാമ ടെമ്പിളാണ്. റോഡിൻ്റെ രണ്ട് വശത്തോട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ശ്രീരാമ ടെമ്പിളും റൈറ്റ് സൈഡിൽ കാണുന്ന സീതാദേവി ടെമ്പിളുമാണ് കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, 18 മിനിറ്റോളം നീളുന്ന ഈ വീഡിയോയുടെ ഇനിയുള്ള 7 മിനിറ്റ് നേരവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ പോകുന്ന വഴിയും അതിൻ്റെ ഭംഗിയും അവിടെ കണ്ട കാഴ്ചകളുമാണ്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ ആദ്യം എത്തുന്നത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. വന്യമൃഗങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ കാണാവുന്നൊരു ഗുണം ഇവിടെയുണ്ട്. ഇവിടെ ഞങ്ങൾ ആദ്യം കണ്ടത് ഒരു കൂട്ടം മാനുകളെയാണ് കണ്ടോ. യെസ്. പിന്നെ ഒരു ആനയെ കണ്ടോ. ഒറ്റയ്ക്കുള്ളൂ ആള്. ഇത് വളരെ അപൂർവമായിട്ട് നമുക്ക് ഒരുപാട് ആനകൾ അവിടെ കാണാൻ സാധിക്കും. ആനക്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട്. ഒരാളേ ഉള്ളൂ ഇവിടെ. അത് കഴിഞ്ഞ് കണ്ടത് ഒരു കൂട്ടം കുറുക്കന്മാരെ കേട്ടോ. കുറുക്കന്മാരെ ഞാൻ നേരിൽ കാണുന്ന ആദ്യമാണ്. ഗ്രൂപ്പായിട്ട് പോകുമായിരുന്നു അവിടെ കൂടെ. യെസ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ കേരള കർണാടക ബോർഡറിൽ എത്തിച്ചേരും. കണ്ടോ, ഇവിടെ വെൽക്കം ടു കർണാടക എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്തുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ്. ഈ വനത്തിലൂടെ ഒരു 30 കിലോമീറ്ററോളം സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ എത്തുന്നത് ദ ഫ്ലവർ പോട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗുണ്ടൽപേട്ടാണ്. ഇവിടെ ഞങ്ങൾ ആദ്യം കണ്ടത് സൂര്യകാന്തി തോട്ടങ്ങളാണ്. ഇതിൻ്റെ ഭംഗി മൊത്തത്തിലൊന്ന് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. കണ്ടോ, അതിമനോഹരമായ സൂര്യകാന്തി പൂക്കൾ. ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് ഒരുപാട് തോട്ടങ്ങളിൽ പൂക്കളില്ല, വളരെ കുറച്ച് തോട്ടങ്ങളിലേ ഉള്ളൂ. എന്തായാലും നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട് കണ്ടോ. സൂര്യകാന്തി തോട്ടങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ബന്ദിപ്പൂക്കൾ, ജമന്തിപ്പൂക്കൾ ഉണ്ടല്ലോ. നമ്മുടെ ഓണ സീസണിൽ കേരളത്തിലേക്ക് വരുന്ന മിക്കവാറും ജമന്തിപ്പൂക്കളൊക്കെ ഇവിടുന്ന് വരിക കേട്ടോ, പൂക്കളത്തിനുള്ളത്. ഇവിടെ ഞാൻ മുമ്പ് വന്ന് വിശാലമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സമയക്കുറവ് കാരണം ഇവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല. വളരെ ഭംഗിയായിട്ട് ആ ദൂരെ ഈ ചുവന്ന നിറത്തിൽ കാണുന്നതൊക്കെ പൂക്കളാട്ടോ, യെല്ലോയും റെഡും ഒക്കെ കാണുന്നേ. യെസ്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇനിയുള്ള യാത്ര നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണ്. അതായത് അതെ ഗോപാലസ്വാമി ഹിൽസിലേക്കുള്ള വഴിയിലാണ് നമ്മൾ. അവിടുത്തെ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ ആണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇതൊരു ശരിക്കും ഒരു ടിപ്പിക്കൽ കർണാടക ഗ്രാമമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ഇനിയുള്ളൊരു 20 കിലോമീറ്റർ യാത്ര അതിമനോഹരമായ ഗ്രാമവഴികളിലൂടെ കേട്ടോ. പലതരം കൃഷികൾ തന്നെ ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ കണ്ട. രണ്ട് സൈഡിലും കാണാൻ പറ്റും. ബീട്രൂട്ട്, കാബേജ്, കോളിഫ്ലവർ, പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, കൂടാതെ പയറുവർഗ്ഗങ്ങൾ. ഇതാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ കേട്ടോ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ലെന്നൊരു വിഷമമുണ്ട്. സമയക്കുറവാറിനല്ല ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിശാലമായ കൃഷിയിടങ്ങളാട്ടോ. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു കാലം ഒരുപാടുണ്ടായിരുന്ന കാളവണ്ടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളുള്ളൊരു സ്ഥലം അല്ലേ. വാഴക്കൃഷിയും വാഴത്തോട്ടമൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്ന ക്യാബേജിൻ്റെ കേട്ടോ, ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെ ഒക്കെ തോട്ടങ്ങളാണ്. ഇത് ക്യാബേജാണ്. ഇനി ഈ യാത്രയുടെയും മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പല ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം
നമ്മൾ കാണാൻ പോകുന്ന ഈ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ കുറച്ച് വിശേഷങ്ങളൂടെ ഞാൻ പറയാം. ഗോപാലസ്വാമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ആണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. വർഷത്തിൽ ഭൂരിഭാഗവും മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് ഹിമവത് എന്ന പേരിട്ട്, ഹിമം കൊണ്ട് നിറഞ്ഞതുകൊണ്ട് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1450 മീറ്റർ ഉയരത്തിലാണ് ഈ അമ്പലം ഉള്ളത്. ഈ അമ്പലം നമ്മൾ കാണാൻ പോകുന്ന അമ്പലം കേട്ടോ. ഈ അമ്പലത്തിന് തുടക്കമിട്ടത് 14-ാം നൂറ്റാണ്ടിൽ അഗസ്ത്യമുനി ആയിരുന്നു. AD 1315 ചോള ബെല്ലാല രാജാവാണ് ഈ അമ്പലം നിർമ്മിച്ചത്. എന്തായാലും ഇതിനുശേഷം ഈ കാഴ്ചകൾ നമുക്ക് കുറച്ചുകൂടെ കാണാം. കണ്ടതിന് ശേഷം അവിടെ പോയിട്ട് അമ്പലത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. നല്ല ഹരം പിടിപ്പിക്കുന്ന മനോഹരമായ യാത്ര കേട്ടോ. ഒട്ടും തിരക്കില്ല, നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഒരു പ്രാവശ്യം എന്തായാലും ഈ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്യൂ കേട്ടോ. ഈ ഒരു ആൽമരം കണ്ടോ? ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതുകൊണ്ടൊന്ന് കണ്ടു നോക്കുക. നല്ല രസമുള്ളൊരു ആൽമരം കേട്ടോ. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് നോക്കിയേ. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക. കാരണം കുറേ കാറുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. യെസ്, നമ്മൾ ഗോപാലസ്വാമി ഹിൽസിലേക്ക് അടുക്കുകയാണ്. ഇത് പാർക്കിംഗ് ഏരിയ കേട്ടോ. ഞങ്ങൾ 2 വീലറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 വീലറിൻ്റെ പാർക്കിംഗ് ഏരിയ അത് ഈ ഭാഗത്തായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിസർവിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ട് ഇതിൻ്റെ മുന്നിൽ വരെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരാം. അതായത് വണ്ടി പാർക്കിംഗ് ഏരിയ കുറേ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ KSRTC ബസ് കിടപ്പുണ്ട്. ഈ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവർ ഈ ഹില്ലിൻ്റെ മേളിലേക്ക് കൊണ്ടുപോകുക ചെയ്യുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ കയറുകയാണ്. ടിക്കറ്റ് എടുത്ത് നമുക്ക് ബസ്സിലോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു കേട്ടോ. ഇവിടെ 60 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ കേട്ടോ. ഇത് അപ്പ് ആൻഡ് ഡൗൺ ജേണിയാണ്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ KSRTC ബസ്സിലാണ് നമ്മൾ പോയി വരിക. വേറൊരു വാഹനം ഉള്ളിലേക്ക് അലൗഡ് അല്ല കേട്ടോ. എന്തായാലും ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. തന്നേ ഇവിടെയും കൂടെ രണ്ടുപേരും വാ. കുറേ ബസ്സുകളുടെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇതിന് തിരക്കഴിഞ്ഞൊരു ബസ്സിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിനുള്ളിലേക്ക് കയറി. ഇനി ബസ്സിലിരുന്നിട്ട് സൈഡിലുള്ള വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് യാത്ര തുടങ്ങി. ഞാൻ ഈ എന്താ പറയുക ബസ്സിൻ്റെ സൈഡ് വിൻഡോയിലൂടെയുള്ള ഈ കാഴ്ചകളാണ് കാണിക്കുന്നത്. ഇതും ഭയങ്കര മനോഹരമായ കാഴ്ചകളാട്ടോ. കുന്നിൻ്റെ മേളിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. ഞാൻ പറഞ്ഞു 1450 മീറ്റർ മേളിലേക്ക് നമുക്ക് എത്തണം. രാവിലെ 8:30 മുതൽ 4 മണി വരെ എവിടേക്ക് ബസ് സർവീസുള്ള കേട്ടോ. 5 മണിക്ക് മുമ്പായിട്ട് അവിടുത്തെ മൊത്തം ആളുകൾ അവർ താഴേക്ക് കൊണ്ടുവരും. കാരണം അവിടെ അതിനുശേഷം വന്യമൃഗങ്ങളുടെ ഭയങ്കരമായ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം അവിടെ ആൾവാസമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് അമ്പലത്തിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. എവിടെ നോക്കിയാൽ അമ്പലം കാണാൻ പറ്റും.
ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ ഇവിടെ. ലാസ്റ്റ് ടൈം വരുമ്പോൾ എനിക്കിവിടെ ആനക്കൂട്ടങ്ങളെ തന്നെ കാണാൻ പറ്റി. പതിനഞ്ച് മിനിറ്റോളം യാത്ര ചെയ്തിട്ട് ഈ ഗോപാലസ്വാമി ഹിൽസിൻ്റെ മേളിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഗോപാലസ്വാമി പോയിട്ട് അമ്പലം അവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടേക്ക് കയറാം. ഇവിടെ നോക്കി വിശാലമായ കാഴ്ചയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ ഒരുപാട് ആനകൾ ഞാൻ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് ടൈം വരുമ്പോൾ കേട്ടോ. ആനകൾ ഇറങ്ങുന്നൊരു കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. മൊത്തത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള പെയിൻറ് ചെയ്തൊരു അമ്പലമാട്ടോ ഈ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടതിന് ശേഷം ലാസ്റ്റ് കാണാം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയാലോ കണ്ടോ, നമ്മൾ പുറത്താണ് അമ്പലത്തിൻ്റെ. അതിമനോഹരമായ വ്യൂസ് കേട്ടോ. ലാസ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ ഫുള്ള് ഇവിടെ കോട നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല വെയിലാണ്. എന്നാലും കാണാൻ പറ്റുന്നുണ്ട്. വെള്ളമൊക്കെ കാണുന്നുണ്ട് കുറച്ച്. ഇവിടുത്തെ വ്യൂസ് കണ്ടോ, എന്ത് മനോഹരമാണ് നോക്കിയാൽ. ആ സൈഡിൽ സൗജന്യ ഭക്ഷണ വിതരണം ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം അവിടെ ഉണ്ടോന്ന്. നല്ല രസമുള്ള ഭക്ഷണം കുറേ ഉണ്ട്. പൊങ്കലും കുറേ തമിഴ് കന്നഡ സ്റ്റൈലിലെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നോക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പലത്തിന് ഒരു റൗണ്ട് ചുറ്റി വന്നിരിക്കുക കേട്ടോ. ഈ വ്യൂ കണ്ടോ, എന്ത് രസമാണ്, അടിപൊളിയാണ്. ഇവിടെ കണ്ടോ, ഉള്ളിലേക്ക് ആന കയറാതിരിക്കാൻ ഫുൾ ഇലക്ട്രിക് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ചുറ്റത്തിൽ. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലോഡല്ല കേട്ടോ. ഈ അമ്പലത്തിൻ്റെ വ്യൂ ഇതാ. ആ ഭാഗത്താണ് പ്രസാദം കൊടുക്കുന്നത്, ഫുഡ്. എന്തായാലും ഞങ്ങൾ അകത്തോട്ട് കയറുകയാണേ. ഇറങ്ങിയതിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ, അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ ആദ്യം പോയത് പ്രസാദ വിതരണ കൗണ്ടറിലേക്കാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് എന്തൊക്കെയോ സാധനം ഇവിടെ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഫസ്റ്റ് കാര്യങ്ങളിലൊന്നും ഇതാട്ടോ. ഇവിടുത്തെ ഫുഡ് ലാസ്റ്റ് ടൈം കഴിച്ചതിൻ്റെ ഒരു ഓർമ്മയാവാം. എനിക്ക് പ്രത്യേകിച്ച് ഈ അമ്പലങ്ങളിൽ കിട്ടുന്ന പ്രസാദം, ഈ സദ്യ, ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ കേട്ടോ. ഇതൊന്നും പേരെനിക്കറിയില്ല, ബട്ട് ടേസ്റ്റിയാണ്. എനിക്ക് ഓർമ്മയുണ്ട് ലാസ്റ്റ് ടൈം കഴിച്ചത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക വെച്ചാൽ വേറൊരു അനുഭവം കേട്ടോ.
കണ്ടോ, ധാരാളം പേരിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവരെല്ലാവരും വരുന്നവർക്കൊക്കെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഞങ്ങൾ തിരികെ പോകാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം, അടുത്ത ട്രിപ്പ് ബസ്സിനുള്ള ക്യൂ ആണ് നിൽക്കുന്നത് കേട്ടോ. റോഡ് സൈഡിൽ കണ്ടോ, ഒരു ബസ് ഫുള്ളായിട്ട് പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളും ഇവിടുന്ന് യാത്ര തിരിച്ചു. റിട്ടേൺ ജേണിയാണ്. നമുക്ക് താഴെ എത്തിയിട്ട് ഓക്കെ. അപ്പോൾ ഞങ്ങളത് ഗോപാലസ്വാമി ടെമ്പിളിലും താഴേക്ക് ഇറങ്ങി തിരികെ പോകാനുള്ള വഴിയിലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീഷ് ഇന്നോവേഷൻസ്.